നീ കണ്ടിട്ടുണ്ടോ എന്റെ നെറ്റി കൂടെ പേനൊക്കെ ഇറങ്ങി വരുന്ന മുഖത്തൂടെ? ഞാൻ കണ്ടിട്ടുണ്ടോ? ചോദിച്ചോ, എനിക്ക് അറിയില്ലല്ലോ. വേണ്ടാത്തനം പറഞ്ഞു ചേച്ചി എന്ത് ആവശ്യത്തിൽ കരയണേ? എടാ നെറ്റി കൂടെ പേന ഇറങ്ങി വരുന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടില്ല? ഇങ്ങനെ ഇറങ്ങി വരുന്ന കുഞ്ഞു കുഞ്ഞു പേനുകൾ ഇറങ്ങി വരുന്ന അവൾ കണ്ടിട്ടുണ്ട്. അവൾ അന്നേരം പറയാൻ ഞാൻ കണ്ടിട്ടില്ല. അവൾ പറയാൻ മേലായിരുന്നു. അപ്പൊ എടുത്തു തന്നതൊക്കെ അവള്. എനിക്ക് ഓർമ്മ, എനിക്ക് അറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ലടാ. എനിക്ക് ബിഗ് ബോസിലെ അടുത്ത ഒരു ചർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരധാരയായിട്ട് രണസുനിയുടെ തലയിൽ നിന്നും പേനുകൾ ഒഴുകി ഒഴുകി വരുന്നു. പേനുകൾ കാരണം അവിടെ നടക്കാൻ കഴിയുന്നില്ല. മൂട്ടയാണ് ബെഡിൽ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതൊക്കെ രണസുനിയുടെ പേനാണ് എന്നാണ് പറയുന്നത്. ഒരു പേനും കാരണം വെപ്പുമുടിയും കാരണം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട വേറൊരു പരിപാടി ഉണ്ടാവില്ല. ഈ ബിഗ് ബോസിൽ എന്തിനാണോ ഇങ്ങനെയൊക്കെ ആളുകൾ കൊണ്ടുവരുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരെണ്ണം +1 പഠിക്കുമ്പോഴത്തേനും പ്രേമമായി, അതായി, വീട്ടുകാരെക്കാൾ കൂടുതൽ സങ്കടം മിസ് ചെയ്യുന്നത് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ കുറെ എന്താണ് ഈ ബിഗ് ബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും രണസുനയുടെ പേൻ വിഷയമാണ് ഇന്നത്തെ ചർച്ച. വളരെ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം പോലും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നല്ല ചിരിക്കാനുള്ള വകുപ്പാണ്. അപ്പൊ രണസുനയുടെ പേനാണ് വിഷയം. ബിഗ് ബോസിൽ നിറയെ രണസുനാസ് പാൻസ്. ഇങ്ങനെ പറഞ്ഞവള് കുഞ്ഞു കുഞ്ഞു പേനുകൾ ഇറങ്ങി ഇറങ്ങി വന്നോണ്ടിരിക്കുവായിരുന്നു നെറ്റി കൂടെ. എന്റെ പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ. കുഞ്ഞു കുഞ്ഞു പേൻ ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടു എന്നാ പറയുന്നത്. ഇപ്പൊ എന്റെ സുഹൃത്ത് എന്റെ തലയിൽ നിന്നൊരു പേനെ കണ്ട അവൻ പറയും, മോനെ തലയിൽ പേനുണ്ടല്ലോടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേൻ എടുത്ത് മാറ്റും. ഇനിയിപ്പോ ഈ രണസുന ഞാൻ പറയുന്നില്ല, 24 മണിക്കൂറും തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും എടുത്തുള്ള ഒരാൾ തലയിൽ പേന് കണ്ടാൽ ആ പേനുണ്ട് എന്ന് ചൂണ്ടിക്കാണെങ്കിൽ എന്ത് തെറ്റാണുള്ളത്? ബിഗ് ബോസിനോട് പോയിട്ട് പറയണം, ഒരു ഷാമ്പു വേണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് ഷാമ്പു തരും. അല്ലെങ്കിൽ ഒരു പാൻ ചീർപ്പെങ്കിലും അയച്ചു തരുമോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു പാൻ ചീർപ്പെങ്കിലും അയച്ചു തരും. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ക്ലീൻ ആക്കല്ലേ വേണ്ടത്. ഓ സോറി, പാൻ ചീർപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കൂടെ വിഗ് ഇറങ്ങി പോരല്ലോ അല്ലേ. ഇപ്പൊ വിഗ് കൊടുത്ത ആളെ പോലും ഊക്കിയിരിക്കുകയാണല്ലോ. തുടർന്ന് കാണാം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്റെ തലേന്ന് പേൻ ഇങ്ങനെ നെറ്റി കൂടെ ഒഴുകി നിങ്ങളുടെ ദേഹത്തോട്ട് അങ്ങനെ വീണ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് കാര്യം. അത് തന്നെയാ, അതായത് ഒറ്റപ്പെടലല്ല, കളിക്കണ്ടേ, അതല്ല പേനൊഴുകും. ചേച്ചി എന്റെ കൂടെ കണക്കും കുഴപ്പമില്ല ചേച്ചി. നെറ്റി കൂടെ നല്ല വന്ന നെറ്റി കൂടെ വന്ന കണ്ടില്ല ചേച്ചി. കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ ഈ ചൊറിച്ചിൽ നീ ഒഴിവാക്കാം, അത് താരന ചേച്ചി. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിന്റെ ചൊറിച്ചലുണ്ടല്ലോ അത് നീ ഒഴിവാക്കണം. വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അതൊക്കെ താരനാണെന്ന് പറയുന്നത്. ഈ രണസുനെ സമ്മതിക്കുന്നത് തല തറച്ച് പേനാണ് എന്നുള്ളത്. പിന്നെ എന്താണ് പ്രശ്നം? ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളുടെ മേത്തൊക്കെ പേനായാലോ എന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ കൊട്ടഞ്ഞു വിടുക. എന്താ ശാരിക്കൊക്കെ എന്താ പറ്റിയെന്നല്ല, ശാരിക കിടന്നിട്ട് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നുണ്ട്. എന്താ സ്വാതന്ത്ര്യം കിട്ടിയത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വരുമ്പോ ഹരിശം പിടിച്ചിരിക്കണല്ലോ, അകത്ത് ചെയ്തപ്പോ ഹരിശം ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അവിടെ ചോദിക്കാനുള്ളതല്ല, എങ്ങനെയാണ് ഇവർ ഇത്ര ദിവസം അവിടെ പിടിച്ചു നിന്നുള്ളതാണ്. ഒരു ടാസ്കിലും വിന്നും ചെയ്യുന്നില്ല, ഒരു ക്യാമറയിലും കാണുന്നില്ല. ഇപ്പൊ ഈ പാൻ വിഷയം ആയതുകൊണ്ട് രണസുനയെ കാണാനുണ്ട്. ഈ ശാരികൊക്കെ എവിടെയാണാവോ? ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഞാൻ കണ്ടിട്ടില്ല ദേവസ്വം. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ചോർച്ചില്ല. ശരി, അത് ചൊറിച്ചല് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ്, കാലങ്ങളായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ബിഗ് ബോസിന് പുറത്താണെങ്കിലും ചൊറിയും, ബിഗ് ബോസിന്റെ അകത്താണെങ്കിലും ചൊറിയും. ചൊറിച്ചൽ അങ്ങനെയാണ്, അത് അവിടെ നിൽക്കട്ടെ. ഇനി ഈ കാര്യത്തെ സാധൂകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ വിശ്വസിക്കോ? പേനുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിൽ നടന്ന് പേനെ എടുകയാണ് എന്നൊന്ന് കണ്ടോളി. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്താ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ബിഗ് ലൂസ് നിറച്ച് പേന വാരി എറിഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്ത് കൂടെ പേന ഒലിച്ചിറങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ എന്താണ് ഇത്ര സങ്കടപ്പെടാൻ? എന്റെ തലയിൽ പേനുണ്ട് അങ്ങനെയാണല്ലോ പറയേണ്ടത്. വേറൊരാള് പറയുന്നുണ്ടല്ലോ, നീ തീട്ടക്കുഴിയാണെന്ന് പറയാ. ഞാൻ തീട്ടക്കുഴിയാണെന്ന് പറയണമെന്ന് ഒരാൾ പറഞ്ഞില്ലേ? എനിക്ക് അത് ഓർമ്മ വരുന്നത്. എന്തായിരുന്ന ചേച്ചി, നിമിഷ ചേച്ചി അല്ലേ? തീട്ടക്കുഴിയാണോടോ നീ? അതെയോ തീട്ടക്കുഴിയാണ്, നിനക്കെന്താ വേണ്ടത് എന്ന് പറഞ്ഞ പോലെ. തലയിൽ പേനുണ്ടോ? പേനുണ്ട്, നിനക്കെന്താ വേണ്ടത്, നീ എടുത്തരൂ എന്നല്ലേ ചോദിക്കേണ്ട ചേച്ചി. ഉദ്ദേശിച്ചത് പൈസ പോവില്ല ചേച്ചി, കുഴപ്പമില്ല എന്നുള്ളതിലാണ്. അത് കൊളാബ് നാടകം അവള് ചേച്ചി സന്തോഷമായിട്ട് പൈസ കൊടുത്തണ്ട വെച്ചിട്ടുള്ളത്. ചേച്ചിയുടെ കൊളാബല്ലായിരുന്നോ? ചേച്ചിയുടെ കൊളാബായിരുന്നു. കൊളാബായിരുന്നോ ചേച്ചി?
ആണോ ചേച്ചി? ആർന്നു. അപ്പൊ പിന്നെ അവള് പറഞ്ഞതില് തെറ്റില്ല. പക്ഷെ പൈസ അല്ലല്ലോ ഇതൊരു മേടിക്കുന്നില്ലായിരുന്നു. ഓക്കെ, കൊളാബ് ആണെങ്കിലും ശരി കുളാബ് ആണെങ്കിലും ശരി, ഇപ്പൊ ചേച്ചി കട പൂട്ടി ഇരിക്കുന്ന പറഞ്ഞ് നിങ്ങൾക്ക് ഒരു വിഗ് തന്നതിന് ശേഷം കുടുങ്ങിപ്പോയി. ഒരു വിഗ് തലയിൽ ഫിറ്റ് ചെയ്തെടുത്താൽ ബിഗ് ബോസിൽ കയറി ചെന്നാൽ അതിനും കുറ്റം പറഞ്ഞു. എന്റെ പൊന്നു രണസുന, നിങ്ങളെ സഹായിച്ച ആരെങ്കിലും നിങ്ങൾ നല്ലത് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചോദിക്കുകയാണ്. നിങ്ങളൊരാൾ സഹായിച്ചതാണ് നെറ്റിയിലൂടെ പേൻ ഒഴുകുന്നു ധാരധാരയായി എന്നുള്ളത്. ഇതുപോലെ ചോലയോ പുഴയാണോ ഒഴുകി ഒഴുകി വരാൻ? കൊള്ളാല്ലേ, നല്ല രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. അല്ലേ നമ്മള് ഒരു അത്ര വാല്യൂ ഉള്ള ആൾക്കാരായോണ്ടാണ് അവര് നമുക്ക് കൊളാബ് തരുന്നത് അല്ലേ, വ്യൂ കിട്ടുന്നു. നമുക്ക് ആ ഒരു ഡിമാൻഡ് ഉണ്ട്, മനസ്സിലായോ? ആ ഡിമാൻഡൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ ഇനി കൊളാബും കിട്ടാൻ സാധ്യത, ഒരു കൊളാബിയും കിട്ടാൻ സാധ്യതയില്ല. കൊളാബൊക്കെ ചെയ്തത് വ്യൂ കിട്ടുന്നത് കൊണ്ട്, രണസുന എന്തിട്ടാലും എന്ത് കാണിച്ചാലും കാണാൻ ആൾക്കാരുള്ളത് കൊണ്ട് കൊളാബിനെ വിളിച്ചതാ. ഇപ്പൊ ചേച്ചി കട പൂട്ടിയിരിക്കുകയാണ്, കൊളാബൊക്കെ മൂഞ്ചിയും പണ്ടാറടങ്ങി. അല്ല വല്ലവരും പറഞ്ഞല്ലടാ നെറ്റി കൂടെ പേനിറങ്ങി വരാൻ, അത് ഭയങ്കര പ്രശ്നം. അത് പറയണ്ടേ നമുക്ക് എനിക്ക് ഭയങ്കര, അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളൊക്കെ എല്ലാരും മനുഷ്യരല്ലേ, അങ്ങനെ ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറയുമ്പോ എന്നോട് പറയണത് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടില്ല. അതെ, അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ഇതൊക്കെ പറയണ്ടേ, മുഖത്ത് നോക്കി പറയണ്ടേ? അത് ശരി, പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് അറിയാവേ അല്ലേ? 10-70 ക്യാമറ ഉണ്ടെന്ന് അറിയാല്ലേ? എന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന വല്ല ബോധമുണ്ടോ? ഇല്ല. തലയിലൂടെ പേനൊഴുകുന്നത് കണ്ടു, തല നിന്ന് ചൊറിയുന്നത് ഞങ്ങൾ ആരും കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തലയിൽ പേനുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ പേനുണ്ട്, എന്താ മോളെ എന്നാ ചോദിച്ച് ഒഴിവാക്കിയപ്പോരെ. അപ്പൊ അതല്ല, കൂടെ ഇരിക്കുന്ന ആളുകളോട് എടുത്തുനിന്ന് മാറിയിരുന്നാളെ. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണോ? അതായത് ആളുകൾ രണസുനയുടെ തല പേനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നു. ആഹാ, അത് ശരിയാവില്ല, അനുമോളെയൊക്കെ തോൽപ്പിക്കുക തന്നെ വേണം, രണസുനയെ പൊക്കി 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 കൊണ്ടുപോയി തന്നെ വേണം. ഇത് വെച്ചിട്ടാണ് കളി. അതിന്റെ ഇടയിൽ എന്റെ പൊന്നേ, എന്റെ ഋതുപ്പിനെ കാണണം, അതും കൂട്ടി കണ്ടപ്പോളാ നിങ്ങളാരും കാണുവാണെങ്കിൽ പറയണേ. എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയില്ല. അതല്ലേ തെറ്റിക്കൂടെ ഒഴുകി വരുന്ന പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു പേരുകൾ എന്റെ പ്രേക്ഷകർ ഒഴുകി വരുന്ന പോലെ എന്നാ പറഞ്ഞു. അന്ന് പറയണം ഒഴുകി വരുന്നുണ്ടെന്ന്. എന്റെ പ്രേക്ഷകരോ? ഞാൻ രണസുനയുടെ വീഡിയോ കാണുന്ന ആളുകൾ തെറി വിളിക്കാൻ വരുന്നത് മാത്രമേ കണ്ടുള്ളൂ. പ്രേക്ഷകരൊക്കെ ആയാ കൊള്ളാം. എന്തായാലും ധാരധാരയായിട്ട് ഒഴുകുകയാണ്. നമ്മുടെ ശങ്കരാടി പറഞ്ഞ പോലെ ധാരധാരമായി സഹവാതെ ഒഴുകുകയാണ് തലേന്ന് പേനെന്നാ പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം കൊള്ളാം. അത് ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞിട്ടില്ല, അതല്ലേ എനിക്ക് വിഷമായത്. കൺഫെഷൻ റൂമിലേക്ക് ചെല്ലേ, എന്നിട്ട് നമുക്ക് അതിനോട് ട്രീറ്റ്മെന്റ് തരാൻ പറ ബിഗ് ബോസിന്റെ അടുത്ത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിലും ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് നേരെ കൺഫെഷൻ റൂമിൽ പോയിട്ട്, ബിഗ് ബോസ് എന്റെ തലയിൽ നിന്നും ധാരധാരയായിട്ട് പേൻ ഒഴുകുകയാണ്, എനിക്കിതൊക്കെ ഒന്ന് എടുത്തു തരാൻ ഒരു കൊരങ്ങിനെ റെഡിയാക്കാമോ? അപ്പൊ ബിഗ് ലൂസ്, രണസുന നിങ്ങളുടെ തലയിലെ പേനുകൾ മാറ്റലല്ല ഞങ്ങളുടെ ജോലി. വേണമെങ്കിൽ നല്ല 2 ഉപായം പറഞ്ഞു തരാം. നന്നായി ചൊറിയുന്ന ഭാഗം ഗ്യാസ് സ്റ്റവിന്റെ അടുത്ത് വെച്ച് കത്തിച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നായി ചൊറിയുന്ന ഭാഗം ചുമരിൽ ആഞ്ഞടിച്ച് പേനിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, തല ചൊറിയുന്ന സമയത്ത് കഴുത്തറ്റം ബക്കറ്റിലേക്ക് തല താഴ്ത്തി വെച്ച് പേനിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക. ഇതേ ഞങ്ങളുടെ കയ്യിൽ ഒരു ഉപായമുള്ളൂ, അല്ലെങ്കിൽ കുറ്റു ചെയ്യുക. ഉടനെ തന്നെ രണസുന കുറ്റു ചെയ്തോളൂ. എന്തുവാടെ ഒരു പേൻ കഥ. താരനുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഞാനെന്ന് പറയുന്നത് എന്റെ മുടി വേണ്ടില്ലെങ്കിൽ ഞാനില്ല. താരനാണ്, നല്ല ഒന്നൊന്നര താരനാണ്. ആളുകളെ വെറുപ്പിച്ച് അകത്ത് കയറി ഇപ്പൊ അവിടുന്ന് വെറുപ്പിക്കല്. ഇപ്പൊ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ? കറക്റ്റ്. തലച്ചൊറിച്ചൽ, പേൻ വിളമ്പൽ, തൊള്ളപൂട്ട്, കരച്ചിൽ, പിന്നെ ബാക്കിയുള്ള വർത്താനങ്ങൾ നമ്മൾ കണ്ടതാ. അമ്മാതിരെ കുളിക്കല് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് ബിഗ് ലൂസിൽ ഇവർ എത്തിയത് കൊണ്ടാ. എന്തായാലും കപ്പടിച്ചിട്ടേ വരുള്ളൂ എന്ന് ഉറപ്പാ. ഒരു തരത്തില് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ ഇത്രയും നാളവിടെ പിടിച്ചു നിന്നില്ലേ? അതൊക്കെ ബിഗ് ബോസിന്റെ ഒക്കെ ഒരു കരുണയാണേ. ബിഗ് ബോസിന്റെ സംഘാടകർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവിടെയുള്ള പഴയ ആളുകളെയൊക്കെ ഒഴിവാക്കി അവർ ഇവരെ സഹായിക്കുന്നു എന്നാണ് ഞങ്ങൾ കേട്ടത് എന്നുള്ളത്. ഇത് സഹായമായിട്ടല്ലേ കൂട്ടുക? ചോദിക്കുകയാണ് അവിടെ പിടിച്ചു നിർത്തുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ? ഒരു പേൻ കാരണം ബിഗ് ബോസ് പൂട്ടാൻ പോകുന്നു. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതുവരെ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.